ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ഗുരുവായൂരാണ്. ഗുരുവായൂർ അമ്പലത്തിൽ മാളൂന് ചോറ് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇത് സൗത്ത് സൈഡാണ്. സൗത്ത് സൈഡിൽ പാർക്ക് ചെയ്യാനും പിന്നെ നമുക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതുവരെ വന്നിട്ടുണ്ടെങ്കിലും ഈ സംഭവം ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്കവിടെ പേ ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്ന ടോയ്ലറ്റ് ഉണ്ട്, പിന്നെ പാർക്ക് ചെയ്യാം, പിന്നെ അത്യാവശ്യം ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും റെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള അവിടെ പ്ലേസ് ഉണ്ട് കേട്ടോ. സൗത്ത് സൈഡിലാണത്. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇതാ ഒരു പയ്യൻ മുല്ലപ്പൂവും കൊണ്ടുവന്നിരുന്നു. അപ്പോൾ പറഞ്ഞ് അവസാനം മാളുവിൻ്റെ തലയിലേക്ക് ചെറിയൊരു പീസ് മുല്ലപ്പൂ മേടിച്ചു. അതിലുള്ള സ്ലൈഡ് മൂപ്പർ എന്നെ തന്നു കേട്ടോ. അപ്പം സ്ലൈഡ് ഇല്ലയെന്ന് വിചാരിച്ച് ഇനി മുല്ലപ്പൂ മേടിക്കാതിരിക്കേണ്ട, സ്ലൈഡ് അവരുടെ കയ്യിൽ തന്നെ കാണും. മാളും അതോടെ സുന്ദരിയായി. രാവിലെ എണീറ്റതാണെങ്കിലും റെഡി ആയി കഴിഞ്ഞപ്പോഴേക്കും ആ ക്ഷീണമൊക്കെ ആര്യനും മിഷാനിക്കും മാറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വീട്ടിൻ്റെ അവിടെ നിന്ന് ഒരു 1.5 മണിക്കൂർ ട്രാവലുണ്ട് ഗുരുവായൂർ. അപ്പോൾ ഒരു 4 o'clock സ്റ്റാർട്ട് ചെയ്തതാണ്. 6:30-7 മണി ആവാറായപ്പോഴേക്കും ഞങ്ങൾ എത്തി. രാവിലെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ടും രാവിലെ അത്ര തിരക്കുണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ തിരിച്ചു പോരാറായപ്പോഴത്തേനും നല്ല തിരക്കുണ്ടായിരുന്നു. ഒരു കഷ്ണം മുല്ലപ്പൂ എനിക്കും കിട്ടി. ഞാൻ പറഞ്ഞ പോലെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം ഈ കളിപ്പാട്ടങ്ങളൊക്കെ കണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പിന്നെ മേടിച്ച് തരാം, നാളെ മേടിച്ച് തരാം എന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തു. ചോറ് കൊടുക്കുന്ന സ്ഥലത്ത് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. നമ്മൾ ഫോൺ ക്ലോക്ക് റൂമിൽ കൊടുത്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് അതൊന്നും വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ പറ്റില്ല. പക്ഷെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ചോറൂണിനുള്ള രസീത് ആക്കുന്ന സമയത്ത് അവർ ചോദിക്കും ഫോട്ടോ വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഫോട്ടോയ്ക്ക് 100 rupees കൊടുത്ത് ഒരു റെസിപ്റ്റും കൂടെ മേടിച്ചാൽ അവർ തന്നെ ഫോട്ടോ എടുത്ത് നമുക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തരും. നല്ല ഫോട്ടോസായിരുന്നു. അന്ന് തിരക്കാണെങ്കിൽ ഒരു 5 days, വിത്തിൻ 5 days ആണ് അവർ പറയുന്നത്. ഇന്ന് തിരക്കൊന്നും ഇല്ലാഞ്ഞ കാരണം ഞങ്ങൾക്ക് അന്ന് ഈവനിങ് തന്നെ ഫോട്ടോസൊക്കെ കിട്ടി. ചോറൂണൊക്കെ കഴിഞ്ഞ് മാള് ഹാപ്പിയായി. ഉറക്കം വരുന്നുണ്ടെങ്കിലും പിടിച്ച് നിൽക്കുമായിരുന്നു ആള്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. രാവിലെ നേരത്തെ വന്നത് കാരണം ഒന്നും കഴിച്ചില്ല. അപ്പം ഞങ്ങളുടെ അമ്പലത്തിൽ തന്നെയുള്ള അന്നദാനം ഉണ്ടല്ലോ, അവിടെ നിന്നാണ് കഴിച്ചത്. ഇത് അമ്പലത്തിലെ കുളമാണ്, അമ്പലക്കുളമാണ്. ഒരാളവിടെ നിൽക്കുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലില്ല. പുല്ല് പറിക്കുന്നുണ്ടായിരുന്നു. തിരക്കൊന്നും ഇല്ലാന്ന കാരണം ചെറിയ ക്യൂ ആയിരുന്നു. അപ്പം നമ്മൾക്ക് കുറച്ച് അധികം നേരം നിൽക്കേണ്ട വന്നില്ല. വേഗം തന്നെ അകത്തേക്ക് കയറ്റി വിട്ടു. ഇയാൾ കൈ കഴുകാൻ വേണ്ടി പോയതാണ്. അകത്തും അന്നദാനം ഹാളിൻ്റെ അകത്തും നമുക്ക് ഫോണൊന്നും അലൗഡ് അല്ല. അപ്പം അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഉപ്പുമാവാണ് ഞങ്ങൾ കഴിച്ചത്. ഞങ്ങളെല്ലാവരും വയറ് നിറയെ ഉപ്പുമാവ് കഴിച്ചു. പിന്നെ ഇഞ്ചി ചായ ആയിരുന്നു. ടേസ്റ്റ് ആയതുകൊണ്ട് അവിടെ കൃഷ്ണൻ്റെ എന്തോ ഭജന പോലെയൊക്കെ ഉണ്ടായിരുന്നു. ഭജന പിന്നെ മാളുവിൻ്റെ ഒരു വീക്ക്നെസ് ആയത് കാരണം പാട്ട് കേട്ട് മാളു നല്ല കയ്യടിയായിരുന്നു. പോകുന്ന വഴിക്കായിരുന്നു അമ്പലക്കുളം. പിന്നെ അവിടെ ഒന്ന് ഇറങ്ങി. ആര്യനും മിഷാനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. വെള്ളമാണല്ലോ, ഓട്ടോമാറ്റിക്കലി പിള്ളേർക്ക് ഇഷ്ടമാവും. തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടു. രണ്ടുപേരും കുറച്ച് നേരം എൻജോയ് ചെയ്തു. വെള്ളത്തിൽ നിറയെ മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മാളക്കുട്ടി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു വെള്ളം കണ്ടിട്ട്. ആള് ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു. മാളു എന്നൊക്കെ വിളിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായി വെള്ളം. ആരിനും അതെ ഭയങ്കര ഇഷ്ടമായി.
വെള്ളത്തിൽ കളിച്ച കാരണം ഡ്രസ്സൊക്കെ നനഞ്ഞു. ഡ്രസ്സൊക്കെ മാറി പ്രസാദം മേടിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. അപ്പോഴത്തേക്കും മാളൂട്ടി നല്ല ഉറക്കമായിരുന്നു. പിന്നെ അമ്പലത്തിലും കുറച്ച് തിരക്കൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ചോറുണ്ട് ഹാപ്പിയായി ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.